മെയ് 18 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 16:29 മുതൽ 33 വരെ വാക്യങ്ങൾ. ഭയം വിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണോ? ആകണമെന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ലോകത്തിൽ അവർക്ക് കഷ്ടത ഉണ്ടാകുമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. താനും അവരും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മുഖത്ത് ഭയം നേടിക്കുന്നത് യേശു ശ്രദ്ധിച്ചിരിക്കാം. ഭയം ഒരു മോശമായ കാര്യമല്ലെന്ന് യേശുവിന് അറിയാമായിരുന്നു. വാസ്തവത്തിൽ അത് ശരിയായി അംഗീകരിക്കപ്പെട്ടാൽ അത് ഒരു നല്ല കാര്യമാണ്. ഭയം നമ്മെ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ജാഗ്രത പാലിക്കുവാനും സഹായിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ അവരിൽ നിന്നും ഈ ലോകത്തിൽ നിന്നുമുള്ള തൻ്റെ വേർപാടിനായി ഒരുക്കുന്നത് തുടരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ നന്നായി അറിയുന്നു. അവർ തന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും അവർ മനുഷ്യരാണെന്നും ഭീഷണി ഗുരുതരവും ഒരുപക്ഷെ മാരകവുമാകുമ്പോൾ അവർ ഓടിപ്പോകുമെന്നും അവൻ മനസ്സിലാക്കുന്നു. സംഭവിക്കാനിരിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നിട്ടും യേശു സമാധാനത്തിൽ ആണ് എന്നതാണ് യേശുവിനുള്ള സമ്മാനം. പിതാവ് തന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് യേശു ആഴത്തിൽ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. നമ്മുടെ പിതാവായ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? പ്രക്ഷുബ്ധതയുടെ നടുവിൽ ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമെന്ന് നമുക്ക് സമാധാനവും ഉറപ്പുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിൽ നമ്മോടൊപ്പം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. യേശു നമുക്ക് സമാധാനം ആഗ്രഹിക്കുന്നു. സമാധാനം എന്നത് ചില അക്ഷരങ്ങളിൽ ഉള്ള ചെറിയ വാക്ക് മാത്രമല്ല. സമാധാനത്തിൻ്റെ ദാനം വിവരണാതീതവും വിലമതിക്കാനാവാത്തതുമാണ്. നാം യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു നമുക്ക് അതിനായി പ്രത്യേക കൃപ നൽകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.